നമസ്തേ. അമ്മേ നാരായണ. ഇന്ന് വിനായക ചതുർത്ഥി വരാൻ പോകുന്നതിനെ കുറിച്ച്, ആ വിനായക ചതുർത്ഥി നാളിൽ വീടുകളിൽ എങ്ങനെ ഗണപതി ഭഗവാനെ ആരാധിക്കാം, എങ്ങനെ ഗണപതി ഹോമം ചെയ്യാം എന്നുള്ളതിന് ഒരു ചെറിയ പരീക്ഷണമാണ് നമ്മളിവിടെ നടത്തുന്നത്. എല്ലാ ദിവസവും വീടുകളിൽ ഗണപതി ഹോമം ചെയ്തിരുന്ന ഒരു വീട്ടമ്മ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ നമുക്ക് അതിൻ്റെ ഡെമോയിലൂടെ കാണാം. ആദ്യം ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഗണപതി ഭഗവാൻ എല്ലാ കാര്യത്തിലും തടസ്സം വന്നുകൊണ്ട് വിഷമിച്ചിരിക്കുന്നവർ, വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആശ്വാസമായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറും എന്നുള്ള ആ വിശ്വാസത്തിൻ്റെ പേരിൽ 500 രൂപയോളം വില വരുന്ന ഒരു ചെറിയ ഹോമച്ചട്ടി വാങ്ങുക. ആ ഹോമച്ചട്ടിയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി കൊണ്ട്, അരി കൊണ്ടും ഒരു ഓം എന്ന് വരയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് സ്വസ്തി വരയ്ക്കാം. പക്ഷെ സ്വസ്തി വരയ്ക്കുമ്പോൾ തെറ്റരുത്. അതുകൊണ്ട് ഓം എന്ന് വരച്ചുകൊണ്ട് ഒരു കെട്ട് ദർഭയ്ക്ക് വളരെ കുറച്ച് പൈസയേ ഉള്ളൂ. അത് വാങ്ങിയാൽ ഒരു 2 എണ്ണം 4 മൂലയിലായിട്ട്, ഈ ഹോമച്ചട്ടിയുടെ 4 മൂലയിലായി വച്ചുകൊണ്ട് ഒരു 108 നാളികേരക്കൊത്ത്, ഒരു മുറി നാളികേരം വേണ്ട, അത് 108 കൊത്തുകളും ഒരിത്തിരി നെയ്യും അവൽ, മലർ, ശർക്കര എല്ലാം ചേർന്ന ഒരു മിശ്രിതം, ഇത്തിരി മാതള നാരങ്ങയും പഴമൊക്കെ കൂടെ ചേർത്തുകൊണ്ട് ഒരു അവൽ കുഴച്ച് വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗണപതി ഹോമം ചെയ്യാം. പുലർച്ചെ കുളി കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ കാക്ക കരയുന്നതിന് മുമ്പേ നമ്മൾ ഗണപതി ഹോമം ചെയ്ത് നമ്മളുടെ വീട്ടിൽ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ എന്തെല്ലാം കാര്യത്തിനാണോ നമ്മൾ വിഷമതകൾ അനുഭവിക്കുന്നത്, എന്തെല്ലാം കഷ്ടതകളാണോ നമ്മൾ അനുഭവിക്കുന്നത്, ആ കഷ്ടതകൾ എല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഹോമകുണ്ടം തയ്യാറാക്കി ഒരു തേങ്ങ മടൽ, ഒരു തേങ്ങയുടെ പൊതിമടൽ നമ്മൾ ശരിയാക്കി വെച്ചു. 2-3 ചിരട്ട പൂളുകളാക്കി വെച്ചുകൊണ്ട് ചിരട്ടയിൽ കർപ്പൂരവും നെയ്യിൽ മുക്കിയ ഒരു തിരിയും വച്ച് കത്തിച്ച് അതിൽ നമ്മളൊരു പൊതിമടൽ നിരത്തിക്കൊണ്ട് കഴിയുമെങ്കിൽ ഒരു പ്ലാവിൻ്റെ വിറകും കൂടി വച്ചുകൊണ്ട് നല്ലവണ്ണം കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ മനസ്സ് തുറന്ന് ശമ്പരം പിടിഞ്ഞിരുന്നു കൊണ്ട് ഗണപതി മന്ത്രം, ആദ്യം ഗണപതിയുടെ ഗായത്രി ചൊല്ലാം. ഓം വക്രതുണ്ടായ വിദ്മഹേ ഏകദന്തായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. 3 പ്രാവശ്യം അങ്ങനെ ഗായത്രി ചൊല്ലിയതിന് ശേഷം ഇഷ്ടമുള്ള ഗണപതി മന്ത്രം, ഓരോരുത്തരും അവരവർക്ക് അറിയുന്ന ഗണപതി മന്ത്രം ചൊല്ലി 108 നാളികേരക്കൊത്തും നെയ്യിൽ മുക്കി ആ ഹോമച്ചട്ടിയിലിട്ട് ആഹൂതി വെക്കുക. ഒരു കർപ്പൂരാരതിയും കഴിക്കുക. എല്ലാം ശുഭമാകും. കഴിയുന്നത്രയും ദിവസം ഇങ്ങനെ ചെയ്യാം. ഗണപതി മന്ത്രങ്ങൾ ഒരുപാടുണ്ട്. അതിലേറ്റവും പ്രധാനമായ മൂലമന്ത്രം എന്ന് പറയുന്നത് ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗംഗണപതയേ വരവരദ സർവജനം മേ വശമാനയ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗംഗണപതയേ വരവരദ സർവജനം മേ വശമാനയ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗംഗണപതയേ വരവരദ സർവജനം മേ വശമാനയ സ്വാഹ എന്ന് 108 പ്രാവശ്യം ഓരോ നാളികേരക്കൊത്തും എടുത്തു വച്ചുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അത് നെയ്യിൽ മുക്കി ഹോമിക്കുക, കർപ്പൂരാരതി ചെയ്യുക, നമസ്കരിക്കുക. ആ നിവേദ്യം ഗണപതി ഭഗവാന് സമർപ്പിച്ച് ആ നിവേദ്യത്തിലെ ഒരു അംശഭാഗവും കൂടി ആ ഹോമത്തിൽ ഹോമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദർഭയുടെ അരികിൽ വച്ചിരിക്കുന്ന ദർഭയെടുത്ത് കത്തിച്ച് അത് നെയ്പാത്രത്തിലേക്ക്, ആ നെയ്യ് ഇങ്ങനെ നമ്മൾ തൊട്ടിടുന്ന നെയ്പാത്രത്തിൽ ഒന്ന് ചാലിച്ചാൽ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദവുമായി, ആ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദവും തൊട്ട് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് മാത്രമേ ഒരു ഗണപതി ഹോമത്തിന് വേണ്ടി വരുള്ളൂ. ഒരു ക്ഷേത്രങ്ങളിലും പോകാതെ തന്നെ ഗ്രഹമാകുന്ന ക്ഷേത്രത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ടും സർവ്വ വിഘ്നങ്ങളും തീർക്കുന്നതിന് വേണ്ടിയിട്ടും
ഈ വിനായക ചതുർത്ഥി നാൾ മുതൽ നിങ്ങളും ആരംഭിക്കൂ. 500 രൂപയുടെ ഒരു ഹോമച്ചട്ടി നമുക്ക് എല്ലാ ഹോമങ്ങളും ചെയ്യാൻ. സ്ത്രീകളായതുകൊണ്ട് ഹോമം ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. വീട്ടിലെ ഏത് പ്രായത്തിലുള്ളവർക്കും ശരീരശുദ്ധി ഉണ്ടെങ്കിൽ ഹോമം ചെയ്യാം. അതിനുള്ള ഒരു ഉദാഹരണം ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതാണ്. എല്ലാവരും ഇത് കണ്ട് ഒരു ശീലമാക്കൂ. നന്ദി, നമസ്കാരം. ഓം ശ്രീ മഹാഗണപതയേ നമഃ. 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 എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ നേരിട്ട സമയത്താണ് യൂട്യൂബിൽ ഞാൻ ടീച്ചറമ്മയുടെ ചാനൽ കാണാൻ ഇടയായത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ടീച്ചറമ്മയുടെ പൂജയിൽ കൊണ്ട് എനിക്ക് നല്ല ഫലപ്രാപ്തി ഉണ്ടായി. ഞാൻ ഇപ്പോഴും ഈ പൂജ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ച എല്ലാവിധ കാര്യങ്ങളും നടന്നു കിട്ടി. നല്ല സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബജീവിതം എനിക്ക് നയിക്കാൻ സാധിക്കുന്നുണ്ട്.